സിൽവർ ഫിഷ് എന്ന ഈ ജീവിക്ക് പേര് വന്നത് ഇവർക്കും അയില, മത്തി പോലുള്ള മീനുകളെ പോലെ തന്നെ ലോഹ നീലിമ തിളങ്ങുന്ന വെള്ളി നിറ ശൽക്കങ്ങളുള്ള ശരീരമായതിനാലാണ്. പരൽ മീനുകളെ പോലെ ശരീരം വെട്ടിച്ച് കുലുക്കി ശരശരയെന്ന് നിമിഷം കൊണ്ട് പുസ്തകത്താളിൽ നിന്നും ഓടി ഒളിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടുമാകാം. ഇരട്ടവാലൻ, വാലൻ മൂട്ട, പുസ്തകപ്പുഴു തുടങ്ങിയ പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവർ പുഴുവുമല്ല, മൂട്ടയുമല്ല, മത്സ്യവുമല്ല. ചിറകില്ലാതെ അതിപൗരാണികമായിട്ടുള്ള ഒരു പ്രാണിയാണിത്. ഇവയെ അങ്ങനെയൊന്നും നമുക്ക് കണ്ടുകിട്ടില്ല. പകൽ പുറത്തിറങ്ങാതെ ഇരുൾ ഇഷ്ടപ്പെടുന്നവരാണിവർ. കാണണമെങ്കിൽ പഴയ പുസ്തകങ്ങൾ, രേഖകളിലൊക്കെ പതുക്കെ എടുത്ത് തുറന്നു നോക്കണം. വീട്ടുപഴുതാരകൾ, ചിലയിനം എട്ടുകാലികൾ തുടങ്ങിയ ശത്രുക്കളിൽ നിന്നുമൊക്കെ ശരീരം പൊളച്ച് ശരവേഗത്തിൽ ഓടിമറിയാൻ വിദഗ്ധരായതിനാൽ തന്നെ ഇവരെ അത്ര എളുപ്പത്തിലൊന്നും ഇരപിടിയന്മാർക്ക് പിടികിട്ടില്ല. പ്രത്യേക രീതിയിലുള്ള ഓട്ടമാണ് ഇവർക്ക്. ആദ്യം ഇത്തിരി ദൂരം ശരീരം പൊളച്ച് ഓടും, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ ഒന്ന് നിൽക്കും, പിന്നെയും പഴയ പോലെ ഓടും. പരന്ന സ്ഥലത്തു കൂടി മാത്രമേ ഇവർക്ക് ഇത്ര വേഗത്തിലൊക്കെ ഓടാൻ പറ്റൂ. ചുമരിലും ചരിഞ്ഞ പ്രതലങ്ങളിലും ഒന്നും ഇത്തരത്തിൽ വേഗത്തിൽ ഓടിക്കയറാനുള്ള സൂത്രങ്ങളൊന്നും ഇവർക്കറിയില്ല. പുസ്തകപ്പുഴു എന്ന് ഇവർക്ക് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. പുസ്തകപ്പുഴു എന്നത് ഒരു ഭാഷാ ശൈലിയും കൂടിയാണ്. വായനയിൽ മാത്രം മുഴുകി കഴിയുന്നവരെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. വീട്ടിലും ഓഫീസിലും യാത്രക്കിടയിലും സമയം കിട്ടിയാലൊക്കെയും ജാടക്ക് പുസ്തകം തുറന്ന് വായിക്കുന്നവർ എന്നൊരു പുച്ഛമുണ്ട് ആ വിളിയിൽ. പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് ഒരു തരിമ്പും അറിയാതെ, സാമാന്യബോധമില്ലാതെ, ഭാവനാ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു മണുങ്ങൻ എന്നൊരു ധ്വനിയും ഉണ്ടതിൽ. ചിലപ്പോൾ പുസ്തകം കൈകൊണ്ട് തൊടാത്ത അക്ഷരവിരോധികൾ ഉള്ളിലെ അപകർഷത ഒളിച്ചു വെക്കാൻ ഉണ്ടാക്കിയ വിശേഷണ പദവുമാകാം ഇത്. വാലൻ മൂട്ട എന്നും ഇതിന് പേരുണ്ടല്ലോ. മൂട്ടകളെ പോലെ നമ്മുടെ ചോര കുടിച്ചിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും ചെയ്യാത്ത പാവങ്ങളാണിവർ. എങ്കിലും ഇവരെ കാണുമ്പോൾ ഒരുവിധം എല്ലാവർക്കും വല്ലാതൊരു അറപ്പും പേടിയുമൊക്കെയാണ്. വിദേശത്തൊക്കെ ഇവരെ മുറിക്കുള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പെസ്റ്റിൻ്റെ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് വലിയ പുകിലുണ്ടാക്കും. ഈ പറഞ്ഞ പേരുകളൊന്നും അല്ലാതെയും വേറെയും പേരുകൾ പ്രാദേശികമായിട്ട് ഇവർക്കുണ്ടാകാം. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ നാട്ടിലും ഇവയെ വിളിക്കുന്നത്? അല്ലെങ്കിൽ അത്തരം പേരുകൾ അറിയുമെങ്കിൽ ദയവായിട്ട് അതുകൂടി കമൻറ്റിൽ ചേർക്കണം. തലഭാഗത്ത് നിന്നും വീതി കുറഞ്ഞ് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ കൂർത്ത് മുന പോലെയായി ക്യാരറ്റ് പരന്നതുപോലെയുള്ള ഒരു ആകൃതിയാണ് ഇവർക്ക്. ഈ പരപ്പ് മൂലം ഇടുങ്ങിയ പാളികൾക്കിടയിൽ, കടലാസിൻ്റെ ഇടയിലൊക്കെ ഇവർക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റും. വളരെ മുമ്പ്, ചിറകുള്ള പ്രാണികൾ പരിണമിച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും വളരെ മുമ്പ്, അതായത് 40 കോടി വർഷം മുമ്പേ പരിണമിച്ചുണ്ടായ പ്രാണി വിഭാഗം. ഇത്രയും കാലത്തിനിടയിൽ ഈ ഭൂമിയിൽ എന്തെന്തു മാറ്റങ്ങൾ നടന്നു. അതിനുശേഷം 4 തവണ ഈ ഭൂമിയിൽ വലിയ തോതിലുള്ള സർവനാശം സംഭവിച്ചു. 36.5 കോടി വർഷം മുമ്പ് നടന്ന ഡെവോണിയൻ മാസ് എക്സ്റ്റൻഷനിൽ കടലിലെ വലിയ തോതിലുള്ള ജീവികൾ മുഴുവൻ നശിച്ചുപോയി. പിന്നെ 25 കോടി വർഷം മുമ്പ് നടന്ന പെർമിയൻ ട്രയാസിക് മാസ് എക്സ്റ്റൻഷൻ, അതിലാണ് കശേരുകികൾ അടക്കം ഭൂരിപക്ഷം ജീവികളും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായത്. പിന്നെ 21 കോടി വർഷം മുമ്പ് ട്രയാസിക്, ജുറാസിക് എക്സ്റ്റൻഷന്റെ കാലം. പിന്നെ അവസാനം 6.5 കോടി വർഷം മുമ്പ് ക്രെറ്റേഷ്യസ് ടെർഷ്യറി എക്സ്റ്റൻഷൻ. ഇതൊക്കെ പലതവണ നടന്ന് ഈ ഭൂമിയിലെ ഒരുവിധം എല്ലാ ജീവവർഗങ്ങളും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി പരിണമിച്ചുണ്ടായവയാണ് ഇന്ന് കാണുന്ന ജീവികൾ, നമ്മളിപ്പോൾ ബാക്കിയായി കാണുന്നവ. നമ്മൾ മനുഷ്യരൊക്കെ പരിണമിച്ചുണ്ടായിട്ട് വളരെ കുറച്ച് ലക്ഷം വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ നീണ്ട കാലഘട്ടങ്ങളൊക്കെയും ഒരു പ്രശ്നവുമില്ലാതെ ബാലൻമുട്ടകൾ ഈ ഭൂമിയിൽ അതിജീവിച്ചു. പറഞ്ഞു വന്നാൽ ദിനോസറുകൾക്കും മുമ്പേ ഈ ഭൂമിയിൽ ജീവിച്ചവർ. കൂറയെ പോലെ, പാറ്റയെ പോലെ ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലതരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും രൂപത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വാലൻമുട്ടയ്ക്കുണ്ടായിട്ടില്ല. അവയുണ്ടായ കാലത്ത് ഏകദേശ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും അവ ജീവിക്കുന്നത്. അവയുടെ അതിജീവനത്തിന് ഇപ്പോഴുള്ള ഈ രൂപം തന്നെ മതിയായതിനാലാവും ഈ അത്ഭുത പ്രാണി വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും കോടി വർഷങ്ങൾക്ക് ശേഷവും അതുപോലെ ഇവിടെ കാണുന്നത്. അതിനാൽ ഇവയെ ജീവിക്കുന്ന ഫോസിലുകൾ, ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കാറുണ്ട്. 1758 കാൾ ലീനസ് ആണ് ആദ്യമായിട്ട് ഈ ജീവിയെ തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായിട്ട് വർഗീകരിച്ച് പേരൊക്കെ നൽകിയത്. അദ്ദേഹം ഇട്ട പേര് ലെപ്പിസ്മ സക്കറീന എന്നാണ്. സ്റ്റാർച്ച് പോലുള്ള, അന്നജം പോലുള്ള, ഡെക്സ്ട്രിൻ പോലുള്ളവയോട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ട്. അതിനാലാണ് കാൾ ലീനസ് ഇതിൻ്റെ സ്പീഷീസ് നാമമായിട്ട് സക്കറീന എന്ന് നൽകിയത്. സക്കറിൻ എന്ന് പറയുന്ന കൃത്രിമ അതിമധുരം നമുക്കെല്ലാം പരിചയമുള്ളതുമാണല്ലോ. മധുരമുള്ള എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അത് വന്നത്. പക്ഷെ പിന്നീട് ഇതിൻ്റെ ശാസ്ത്രനാമം ലെപ്പിസ് സാക്കറിനം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ആ പേരാണ് ഉപയോഗിക്കുന്നത്, ലെപ്പിസ് സാക്കറിനം. 5 കുടുംബങ്ങളിലായി 48 ജനുസുകളിലായി 625 ഇനം സിൽവർ ഫിഷുകളാണ് ലോകത്തെങ്ങുമായിട്ട് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ 2 കുടുംബങ്ങളിലായി 16 ജനുസുകളിലായിട്ട് 32 സ്പീഷീസ് ഇനം സിൽവർ ഫിഷുകളെയാണ് ഇതുവരെയായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനിയും ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈഗൻഡോമ എന്ന ഓർഡറിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പണ്ട് അത് തൈസനൂറിയ എന്ന ഓർഡറായിരുന്നു. ഇവയുടെ സ്പീഷീസ് നാമത്തിലെ സക്കറീനം എന്ന് പറയുന്ന ഭാഗം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് സ്റ്റാർച്ച്, പശകളിലെ ഡെക്സ്ട്രിൻ, ബുക്ക് ബൈൻഡിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാലിക്കോ,
കടലാസുകൾ, ഫോട്ടോ പ്രിന്റിംഗ് പേപ്പറുകൾ, കോട്ടൺ തുണികൾ, കാർപ്പറ്റുകൾ, പെയിന്റുകൾ, പരുത്തി, പട്ട്, ലിനൻ, ലെതർ, മുടി തുടങ്ങിയ പല വസ്തുക്കളും ഭക്ഷണമാക്കാനുള്ള കഴിവുണ്ട്. ശരിക്കും ഇവർ ഒരു അന്നജപ്രിയരാണ്. അന്നജവും കിട്ടിയില്ലെങ്കിൽ ഒന്നും തിന്നാതെ മാസങ്ങളോളം ഇവർ അന്തരീക്ഷത്തിലെ ഈർപ്പം കൊണ്ട് മാത്രം ജീവിക്കും. പുസ്തകങ്ങളും പ്രധാന രേഖകളും ഒക്കെ ദ്വാരമാക്കിയും അതിൽ ഇവയുടെ കാഷ്ടം വീഴ്ത്തി കറയാക്കിയും ഒക്കെ വലിയ ദ്രോഹം ഇവർ ചെയ്യാറുണ്ട്. എങ്കിലും ചിതലുകളെ പോലെ സർവ്വവും തിന്നു തീർക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. എങ്കിലും ഇവർ രാത്രികളിൽ നമ്മൾ അടുക്കളയിലൊക്കെ അടച്ചു വെക്കാത്ത ധാന്യപ്പൊടിയൊക്കെ രുചിച്ചു നോക്കാൻ തീർച്ചയായിട്ടും വരും. പക്ഷേ എങ്കിലും ഇവരെ കൊണ്ട് രോഗങ്ങളൊന്നും പകരുന്നില്ല എന്നതിനാൽ തന്നെ ഇത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അതിനാൽ തന്നെ സിൽവർ ഫിഷുകൾ ഒരു സാധാ ശല്യക്കാർ മാത്രമാണ്, പൊറുക്കാവുന്ന കുറ്റം ചെയ്യുന്നവർ. പേര് ഇരട്ടവാലൻ എന്നൊക്കെയാണെങ്കിലും ശരിക്കും ഇവർക്ക് 3 വാലുണ്ട്. ഏറ്റവും പിറകിൽ ഇടത്തോട്ടും വലത്തോട്ടുമായി 2 സെർസികളും നടുവിൽ ഒരു നീളത്തിലുള്ള ഫിലമെന്റ് പോലുള്ള ഒരു വാലും കൂടിയുണ്ട്. ഇതുപോലെ തന്നെ തലയിൽ നീളം 2 സ്പർശിനികളും ഉണ്ട്. പല സ്പീഷീസുകളുടെയും ശരീരത്തിന്റെ നീളത്തിനൊപ്പം തന്നെ അവയുടെ ആന്റിനകൾക്കും വാലുകൾക്കും നീളമുണ്ടാവും. ഈ ആന്റിനകൾ അപകടത്തിൽപ്പെട്ട് മുറിഞ്ഞ് നഷ്ടമായാലും 3-4 ആഴ്ച കൊണ്ട് തന്നെ പുതിയ ആന്റിനകൾ വളർന്നു വരും. ഈ ആന്റിനയും പുറകിലുള്ള സെർസിയും ഒക്കെ സഞ്ചാരത്തിനിടയിൽ തൊട്ടറിയാൻ ഇവരെ സഹായിക്കുന്നവയാണ്. സ്പർശിനിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെൻസറി ഓർഗനാണ് ഇവയൊക്കെ. കൂടെ ഓട്ടത്തിനിടയിലുള്ള ബാലൻസിങ്ങിനും ഇവയുടെ സഹായമുണ്ട്. ലെപ്പിസക്കാറിനും കൂടാതെ വളരെ സാധാരണമായിട്ട് കാണുന്ന മറ്റൊരിനം സിൽവർ ഫിഷാണ് ടിനോലെപ്പിസ്മ ലോങ്ങികൗഡാറ്റം. ഗ്രേ സിൽവർ ഫിഷുകൾ എന്നും അവയെ വിളിക്കാറുണ്ട്. പേപ്പർ സിൽവർ ഫിഷ്, ലോങ് ടെയിൽഡ് സിൽവർ ഫിഷ് എന്നൊക്കെ അതിന് പേരുണ്ട്. ലോങ്ങികൗഡാറ്റം എന്ന സ്പീഷീസ് നാമം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയുടെ സെർസിയും 3-ാം വാലും ഒക്കെ വളരെ നീളമുള്ളതായിരിക്കും. അതായത് ഇവയുടെ ശരീരത്തോളം തന്നെ നീളം ഈ വാലുകൾക്കുണ്ടാകും. മനുഷ്യ സാമീപ്യത്തിൽ അവർക്കൊപ്പം തന്നെ ജീവിക്കാനുള്ള പലതരം അനുകൂലനങ്ങളോടെ പരിണമിച്ചവരാണ് ഈ ഗ്രേ സിൽവർ ഫിഷുകൾ. അതിനാൽ തന്നെ മനുഷ്യർക്കൊപ്പം ഈർപ്പവും ചൂടുമുള്ള ഇടത്തൊക്കെയും ഗ്രേ സിൽവർ ഫിഷുകളുമുണ്ട്. ഇവയുടെ വയറിനുള്ളിലുള്ള ചില ബാക്ടീരിയകളുടെ സൂക്ഷ്മജീവികളുടെ സഹായത്തോടെയാണ് പേപ്പറിലെയും റയോൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലെയും കടുപ്പമുള്ള സെല്ലുലോസിനെ പോലും ദഹിപ്പിക്കാൻ ഇവർക്ക് പറ്റുന്നത്. അതിനാൽ തന്നെ പേപ്പറും തുണിയും ഒക്കെ തിന്ന് നശിപ്പിക്കാൻ ഇവർ സമർത്ഥന്മാരാണ്. അതുകൊണ്ട് തന്നെ പൗരാണിക ഗ്രന്ഥാലയങ്ങളിലും പുരാവസ്തു മ്യൂസിയങ്ങളിലും അമൂല്യ ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന ഗാലറികളിലും ഒക്കെ ഇവർ വലിയ പേടി സ്വപ്നം തന്നെയാണ്. ഇവർ ഇത്തരത്തിൽ സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ കഴിക്കുമെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും 250 മുതൽ 300 ദിവസം വരെ ഈർപ്പമുള്ള സ്ഥലത്ത് പട്ടിണി കിടന്ന് അതിജീവിക്കാൻ ഇവർക്ക് പറ്റും. ഹ്യൂമിഡിറ്റി കൂടിയ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം നേരിട്ട് വലിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിലെ ജലാംശവും ഇത്തരത്തിൽ വലിച്ചെടുക്കുന്ന ഈർപ്പവും മാത്രം മതി ഇവർക്ക് ഇവരുടെ ആന്തരിക മെറ്റാബോളിക് പ്രവർത്തനങ്ങൾ നടത്താൻ. സാധാരണ ശത്രുക്കൾ വളരെ കുറവാണ് വാലൻമൂട്ടകൾക്ക്. ഇവയുടെ ഒളിവിടങ്ങൾ അത്തരം സ്ഥലങ്ങളാണല്ലോ. എങ്കിലും ചില ഇനം സ്പിറ്റിംഗ് സ്പൈഡറുകൾ, ചിലന്തികൾ, വീട്ടിനുള്ളിൽ കഴിയുന്ന ചിലതരം പഴുതാരകൾ ഒക്കെയും ഇവയെ പിടിച്ചു തിന്നും. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്ന് വിശ്വസിക്കുന്ന ഇരുട്ട് പ്രേമികളാണിവർ. സൈഗൻഡമോ വിഭാഗത്തിലെ മറ്റു ഷഡ്പദങ്ങളൊക്കെയും കണ്ണില്ലാത്തവരാണെങ്കിലും പുസ്തകപ്പുഴുക്കൾക്ക്, ലെപ്പിസക്കാറിനം എന്ന നമ്മുടെ സാധാരണ വാലമുട്ടകൾക്ക് തലയിൽ 2 കണ്ണുകളുണ്ട്. 12 കുഞ്ഞ് സിമ്പിൾ ഐകൾ ചേർന്നിട്ടുള്ള കണ്ണുകൾ. നമ്മളെപ്പോലെ വസ്തുക്കളെ കാണാനും തിരിച്ചറിയാനും ഒന്നും ഈ കണ്ണുകൊണ്ട് പറ്റില്ല. പ്രകാശ തീവ്രത വ്യത്യാസങ്ങളും അതുകൊണ്ട് തന്നെ മുന്നിലുള്ള വസ്തുക്കളുടെ ചലനവും ഒക്കെ തിരിച്ചറിയാൻ മാത്രമാണ് ഇവർക്ക് ഈ കണ്ണുകൊണ്ട് പറ്റുന്നത്. ഇവയുടെ മുട്ടക്കൂട്ടമായിട്ടാണ് പൊഴിച്ചിടുക. 2 ആഴ്ച മുതൽ 2 മാസം വരെ എടുക്കും ഇവ വിരിയാൻ. ഈ മുട്ട വിരിഞ്ഞ് പുറത്തു വരിക മറ്റു പ്രാണികളുടെയൊക്കെ പോലെ ലാർവ പുഴുക്കളെല്ലാം മുതിർന്ന പുസ്തകപ്പുഴുവിനോട് വളരെ സാമ്യമുള്ള ഒരു കുഞ്ഞ് പുസ്തകപ്പുഴുവായിരിക്കും. അതിന് നിംഫ് എന്നാണ് പറയുക. ആദ്യ നിംഫുകൾ വെളുത്ത നിറമായിരിക്കുമെങ്കിലും ഇവ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പുറംപാളി പൊഴിച്ച് കളഞ്ഞ് മോൾട്ടിംഗ് നടത്തി വളർന്നുകൊണ്ടിരിക്കും. ഉറപൊഴിക്കൽ നടത്തുന്നതിനോടെ ആദ്യം ചാരനിറത്തിലും തുടർന്ന് കടുത്ത തിളങ്ങുന്ന വെള്ളിലോഹ നിറത്തിലേക്കുമൊക്കെ ഇവ മാറും. ലെപ്പിസ്മ സാക്കാറിനത്തിൻ്റെ വളർച്ചാഘട്ടം 3 മാസം തൊട്ട് 3 വർഷം വരെയാകാം. പ്രായപൂർത്തിയായി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈ ഉറപൊഴിക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ജീവിതകാലത്ത് 17 മുതൽ 66 തവണ വരെ ഇവ ഉറപൊഴിക്കും. ചിലപ്പോൾ ഒറ്റ വർഷം തന്നെ 30 പ്രാവശ്യമൊക്കെ ഇവ ഉറപൊഴിക്കും. ജീവിതകാലം മുഴുവൻ ഉറപൊഴിക്കുന്ന സ്വഭാവവും ചിലതിലുണ്ട്. ഇത്തരത്തിൽ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് ഇല്ലാത്ത നിംഫ് രൂപത്തിലേക്ക് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഷഡ്പദങ്ങളും വളർച്ച പൂർത്തിയാക്കിയാൽ പിന്നെയും ഉറപൊഴിക്കുന്ന സ്വഭാവം ഇല്ലാത്തവരാണ്. സ്വന്തം ശരീരഭാഗമായിരുന്ന പൊഴിച്ചിട്ട ഈ ഉറയും ഇവർ ചിലപ്പോൾ ഭക്ഷണമാക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അംഗഭംഗം വന്ന സ്വജാതിയിൽപ്പെട്ടവരെ തന്നെ പറ്റിയാൽ കഴിക്കും. ഫിറമോണുകൾ പ്രസരിപ്പിച്ച് സ്വജാതിയിൽപ്പെട്ട മറ്റ് വാലമ്മൂട്ടകളെ തന്നെ ഒരേ സ്ഥലത്തേക്കായിട്ട് ആകർഷിച്ചു കൊണ്ടുവരുന്ന എന്നിട്ട് കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. പുസ്തകപ്പുഴുക്കളുടെ ആയുർദൈർഘ്യം അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ്. എത്ര വയസ്സായാലാണ് ഇവർക്ക് വയസ്സാവുക എന്ന് പറയാൻ പറ്റില്ല. ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് എത്ര കിട്ടുന്നോ അവ വീണ്ടും വീണ്ടും ഉറപൊഴിച്ചുകൊണ്ടേയിരിക്കും. ഒരുതരം നിത്യയൗവനം.
2 വർഷം മുതൽ 8 വർഷം വരെ നമ്മുടെ ഈ സാധാരണ വാലമ്പുഴുക്കൾ ജീവിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇവയുടെ ഇണചേരലും വളരെ കൗതുകകരമാണ്. 3 ഘട്ടങ്ങളുള്ള അനുഷ്ഠാന ചലനങ്ങൾ നിറഞ്ഞ വൻ ചടങ്ങ് പോലെ ദീർഘമായിട്ടുള്ള ഒരു ഏർപ്പാടാണത്. ആദ്യം ആണും പെണ്ണും മുഖാമുഖം നോക്കി നിൽക്കും. ആൻറ്റിനകൾ വിറപ്പിച്ച് പരസ്പരം മുട്ടിച്ച് കളിക്കും. ഇടക്കും മുഖം തിരിക്കും. പഴയതുപോലെ വീണ്ടും മുഖാമുഖമാകും. അരമണിക്കൂറൊക്കെ നീളും ഈ 1ാം ഘട്ടം. 2ാം ഘട്ടത്തിൽ ആൺമൂട്ട പെൺമുട്ടയുടെ അടുത്തു നിന്നും പെട്ടെന്ന് ഓടിക്കളയും. പിറകെ പിടിക്കാൻ എന്ന പോലെ പെൺമുട്ടയും ഓടും. ഒരു കള്ളനും പോലീസ് കളി പോലെ കുറേ നേരം അത് തുടരും. 3ാം ഘട്ടത്തിൽ ഇരുവരും ശരീരം ചേർത്ത് നിൽക്കും. പെൺമുട്ടയുടെ വാലിനൊപ്പം ആൺമുട്ട അതിൻ്റെ വാലും വിറപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ആൺമുട്ട സ്പെർമാറ്റോഫോറുകൾ, അതായത് അവയുടെ ബീജം നിറഞ്ഞ ഒരു സഞ്ചി അവിടെ പൊഴിച്ചിടും. അണ്ടശേഖരണ കുഴലിലൂടെ പെൺമുട്ട അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ബീജസങ്കലനം നടത്തുകയും ചെയ്യും. ആണും പെണ്ണും ചേർന്ന് നിന്ന് ആൺപ്രാണി പെണ്ണിൻ്റെ ഉള്ളിലേക്ക് ബീജ കൈമാറ്റം നടത്തുകയല്ല ചെയ്യുന്നത്. നിലത്ത് പൊഴിച്ചിട്ട ബീജം പെൺപ്രാണി ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. സൈഗൻഡോമ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്ന് പറഞ്ഞല്ലോ. ഈ ഓർഡറിൽ സിൽവർ ഫിഷുകൾ മാത്രമല്ല ഉള്ളത്, ഫയർ ബ്രാറ്റുകൾ എന്ന വിഭാഗം കൂടിയുണ്ട്. കാഴ്ചയിൽ സിൽവർ ഫിഷുകളുമായിട്ട് വലിയ സാമ്യമുള്ള ഫയർ ബ്രാറ്റുകൾ പക്ഷെ വളരെ ചെറുതായിരിക്കും. 1 മുതൽ 1.5 സെൻറ്റിമീറ്റർ വരെ മാത്രം നീളമുള്ളവ. തെർമോബിയ ഡൊമസ്റ്റിക്ക എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. തെർമോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൂട്, ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള എന്നും അർത്ഥം നമുക്കറിയാം. പേര് പോലെ തന്നെ മനുഷ്യരുണ്ടാക്കുന്ന തീ അടുപ്പുകളെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഫയർ ബ്രാറ്റുകൾ. ഈർപ്പവും 36 മുതൽ 39 വരെയൊക്കെ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുമൊക്കെയുള്ള സ്ഥലമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതിലും കൂടിയ ചൂടും ഇവർക്ക് പ്രശ്നമില്ല. അതിനാൽ തന്നെ നമ്മുടെ വീട്ടിലെ അടുപ്പിനടുത്തും ബേക്കറികളിലെയൊക്കെ ഫർണസിനും ബോയിലറുകൾക്കും ഒക്കെ അടുത്തും ഇവ സാധാരണമായിട്ട് ഇഷ്ടത്തോടെ ചൂട് ആസ്വദിച്ച് ജീവിക്കുന്നുണ്ടാകും. ബ്രൗൺ നിറത്തിലുള്ള ശൽക്കങ്ങൾ നിറഞ്ഞ ഇവയുടെ ശരീരം നമ്മുടെ സാധാരണ സിൽവർ ഫിഷുകളുടെ രൂപത്തിൽ നിന്നും അല്പം വ്യത്യാസമുള്ളതാണ്. ഇവർക്കൊരിക്കലും ഭക്ഷണത്തിന് മുട്ടുവരില്ല. ചുട്ടെടുക്കും മുമ്പ് അപ്പക്കൂട്ടുകൾ ആദ്യം രുചിച്ച് നോക്കുന്നത് പലപ്പോഴും ഫയർ ബ്രാറ്റുകളായിരിക്കും. കേക്കുകളും മറ്റും ഉണ്ടാക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യപ്പൊടികളൊക്കെ ആദ്യം തിന്നുന്നതും ഇവർ തന്നെയാകും. വീടിന് പുറത്തും ഇവർ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. പാറകളുടെ വിള്ളുകൾക്കിടയിലും ഇലകളുടെ അടിയിലുമൊക്കെ ഇവ ജീവിക്കും. സാധാരണ സിൽവർ ഫിഷുകളെ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകളും സ്റ്റാർച്ച്, പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഡോഗ് ഫീഡുകൾ, ബുക്ക് ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പശകൾ ഒക്കെ ഇവർക്കും ഇഷ്ടമാണ്. ഒരു ഫയർ ബ്രാറ്റിൻ്റെ 3 കൊല്ലം മുതൽ 5 കൊല്ലം വരെ നീളുന്ന ജീവിതകാലത്ത് ആയിരക്കണക്കിന് മുട്ടകളാണ് ഇട്ടുവെക്കുക. 2 ആഴ്ച കൊണ്ട് തന്നെ ഇവയുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ, നിംഫുകൾ ഉണ്ടാകും. എന്തായാലും പുസ്തകപ്പുഴുക്കൾ പുതിയ കാലത്ത് പുസ്തകങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്നവരല്ല. അവ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചതുപോലെയാണ്. പുതിയ കടലാസിലെ കോട്ടിങ്ങുകളും മഷിയുമൊക്കെ പണ്ടേ പോലെ ഇവർക്ക് പിടിക്കുന്നില്ല. അതുപോലെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പണ്ട് ലോകം മുഴുവൻ ഉപയോഗിച്ചിരുന്ന കോഴിക്കോട് നിന്നുള്ള തുണികൾ, കാലിക്കോകൾ ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നുമില്ല. സ്റ്റാർച്ച് ഇല്ലാതെ സിന്തറ്റിക് പശകളാണല്ലോ ഇപ്പോൾ ഒട്ടിക്കാനും ഉപയോഗിക്കുന്നത്. അതായത് ഈ പാവങ്ങൾ ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ കുഴഞ്ഞു എന്ന് പറയേണ്ടി വരും. പുസ്തകപ്പുഴുക്കൾ എന്ന പേര് ഇനി മാറ്റേണ്ടിയും വരും. ലാമിനേറ്റഡ് ആർട്ട് പേപ്പറുകളിലെ പുസ്തകമിറക്കൽ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇവർ സമരത്തിന് ഇറങ്ങാത്തത് ആരും തുറന്നു നോക്കാത്ത പഴയ പുസ്തകങ്ങൾ ഇപ്പോഴും ധാരാളം ലൈബ്രറികളിൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പഴയ ലൈബ്രറികളിലെ പഴയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ കിടക്കുന്നിടത്തോളം കാലം പുസ്തകപ്പുഴുക്കൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് ആശിക്കാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെയുള്ള വളരെ ചെറിയ പ്രാണികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും വണക്കം.